ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന് വേണ്ടത് പുഴുങ്ങി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് ഉടച്ച് വെക്കുക. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് പഞ്ചസാരയും ചേർത്ത് വറുത്ത് വെക്കുക. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് കുറേശ്ശെ ഒരു ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ തേങ്ങൻ്റെ കൂടെ എന്തൊക്കെ വേണം, കൂടുതൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അധികം പഴുപ്പില്ലാത്ത നേന്ത്രപ്പഴം തന്നെ നോക്കിയിട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കി ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പഴം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നായിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് വളരെ കുറഞ്ഞ ഓയിൽ മാത്രം മതി നമുക്കിങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കാറില്ല. ഇങ്ങനെയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പുറം ഭാഗം നല്ല ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നേന്ത്രപ്പഴം, തേങ്ങ ഇതൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇതിന് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്തിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു ഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ല പോലെ മൊരിഞ്ഞാൽ മാത്രമേ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉൾഭാഗത്ത് കൂടുതൽ വേവാനൊന്നുമില്ല, പഴം വെന്തതാണ്. അതുപോലെ തേങ്ങയും നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നേന്ത്രപ്പഴം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഏത് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ പൊടി അതുപോലെ വെള്ളമൊന്നും അളന്നിട്ടല്ല എടുത്തിട്ടുള്ളത്. അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് കുഴക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചതിന് ശേഷം കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പൂരിയുടെ മാവൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് അവലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് ചേർക്കുക, ഏലക്കാപ്പൊടി ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അത് ചേർത്താലും മതി കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ശർക്കര ചേർത്തിട്ടില്ല, പഞ്ചസാരയും അവലും തേങ്ങയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് 2 ഭാഗമായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് പൊടിയിട്ടിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തുന്ന സമയത്ത് ഒരുപാട് നൈസായി പോകരുത് കേട്ടോ. നമ്മളിത് ചുരുട്ടിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. കുറച്ച് കനത്തോടു കൂടി തന്നെ പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഞാനിതിലേക്ക് നേന്ത്രപ്പഴം നീളത്തിലൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പഴംപൊരിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന അതേ രീതിയിലാണ്. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മുടെ അവലും തേങ്ങയും പഞ്ചസാരയുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ടേസ്റ്റിയാക്കാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ വേണമെങ്കിൽ വറുത്തിട്ടതൊക്കെ ചേർക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇതുപോലെ നിരത്തിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ 2 ഭാഗവും നല്ല പോലെ ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു സൈഡിൽ കൂടെ ഒന്നും
നമ്മുടെ ഈ ഒരു തേങ്ങയുടെ മിക്സ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ നമ്മളിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടല്ല ചെയ്യുന്നിട്ട്, നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഇതിട്ടതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, പുറം ഭാഗം നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു അട റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ ഒരു 6 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് അരിപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു തേങ്ങ ചിരകിയതാണ് ഇത് ഒരു ബൗളിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തതിന് ശേഷം അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര നമ്മൾ പാനിയാക്കി എടുക്കുന്നത് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടും ചേർക്കാം. പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഏലക്ക ചേർക്കണില്ല കേട്ടോ. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് വലിയത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ശർക്കരയുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇല ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നും കഴിക്കണില്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കണേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മളിതുപോലെയുള്ള ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഡ്ഡലി പാത്രത്തിലോ ഏതിൽ വെച്ചാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റവയും നേന്ത്രപ്പഴമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചിരകിയ തേങ്ങ ഒരു 1/2 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. പശുവും പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി പശുവും പാൽ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇനി ഒരു 2 ഏലക്ക ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് റവയാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വറുത്തിട്ടുള്ള റവ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് റവ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു
ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നെയ്യ് ചേർക്കണം. നെയ്യ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താലും മതി. ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഓയിൽ തന്നെ എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റവയുടെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗവും ഒരേ ലെവലിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതുപോലെ നേന്ത്രപ്പഴം ഒന്ന് വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഏതെങ്കിലും നട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ വാട്ടിയിട്ടൊന്നുമില്ല. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പഴം വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു തവ നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ലിഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഹോള് നല്ല പോലെ ഒന്ന് അടച്ചിട്ട് ഇതുപോലെ ആവി പോകാത്ത രീതിയിലൊന്ന് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ചെറിയ തീയിലാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിൽ എടുക്കാം. ഇനി അത് നമ്മൾ ആ ഒരു തവയിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗമൊക്കെ കരിയാണ്ട തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗം കൂടെ ഒന്നങ്ങോട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.